Good afternoon. Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? 16th വൺ വരെയല്ലേ? 16th വരെയല്ലേ എടുത്ത് നിർത്തിയത്? Requisitions regarding use of portable electric light ന്റെ വരെയല്ലേ എടുത്ത് നിർത്തിയത്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരുമില്ലേ? എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയിരുന്ന? അവിടെ വരെയല്ലേ എടുത്തത്? 16th വരെ. Precautions regarding use of portable electric light വരെയല്ലേ? Section 36A വരെയല്ലേ എടുത്തു നിർത്തിയത്? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അവിടെ വരെയും ക്ലിയർ ആണോ? എന്താണ്? എബിൻ മാത്രമേ റിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ജോൺസി, മേഘ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാട്ടാ. നെക്സ്റ്റ് വണ്ണാണ് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. സെക്ഷൻ 37ലാണ് പറയുന്നത് എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഡസ്റ്റ് ഗ്യാസ്. അപ്പോ സ്ഫോടകാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ കത്തുന്നതോ ആയിട്ടുള്ള ഡസ്റ്റുകൾ അല്ലെ, പൊടികളോ വാതകങ്ങളോ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 37 എന്ന് പറയുന്നത്. സെക്ഷൻ 37 പറയുന്നത് ഇൻ കേസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് that emit out combustible dust, fumes, vapors or gas, all preventive measures are needed to be avoid explosion by. ഇപ്പൊ ഇവിടെ എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നതിന് ഈ ഒരു സെക്ഷൻ 37 പറയുന്നത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡസ്റ്റുകൾ, ഫ്യൂംസ്, അതായത് എമിറ്റ് ഔട്ട് കമ്പ്യൂസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ഫോടനാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഡസ്റ്റുകളാവാം അല്ലെ, കത്തുന്ന രീതിയിലുള്ള പൊടികളാവാം, ഫ്യൂംസ് അല്ലെ, പുകകളാവാം, വാതകങ്ങളാവാം, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളപ്പെടുന്നുണ്ട്. സോ ഓൾ പ്രിവെന്റീവ് മെഷേഴ്സ് ആർ നീഡഡ് ടു ബി അവോയ്ഡ് എക്സ്പ്ലോഷൻ. അപ്പൊ ഇത്തരം പുകകളിൽ നിന്നോ ഇത്തരം പൊടികളിൽ നിന്നോ ഒക്കെ അത് ആ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്ഫോടനം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആവശ്യമായി വരുന്നുണ്ട്. അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. effectively covering all the machinery or plant used in the procedure. ഈ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എല്ലാ പ്ലാന്റുകളും എല്ലാ മെഷീനറികളും കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് അത് കവർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ഡിസ്പോസിംഗ് ഓഫ് ഓർ അവോയ്ഡിംഗ് ദ കളക്ഷൻ ഓഫ് ഡസ്റ്റ്, ഫ്യൂം, വേപ്പർ ഓർ ഗ്യാസ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന ഡസ്റ്റ്, ഫ്യൂംസ്, അതുപോലെ വേപ്പർ അല്ലെങ്കിൽ ഗ്യാസസ് മുതലായവയൊക്കെ കളക്ട് ചെയ്യുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക. Third one ആണ് prohibiting the covering of any kind of explosives. സ്ഫോടക വസ്തുക്കളുടെ ഏതൊരു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളുടെയും കവറിങ്ങിനെ എന്ത് ചെയ്യുക? പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തടയുക. ഈ 17 എന്ന് പറയുന്നതിൽ എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലാമബിൾ ഡസ്റ്റ്
ഡസ്റ്റ് ഗ്യാസ് ആണ്. ഇത് സ്ഫോടകാത്മകമായിട്ടുള്ളതോ അല്ലെങ്കിൽ കത്തുന്നതായിട്ടുള്ള പുക, വാതകങ്ങൾ മുതലായിട്ടുള്ളവയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 37 എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഈ സെക്ഷനിൽ പറയുന്നത് സാധാരണ ഏതൊരു മെഷീനറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രൊഡക്ഷന്റെ പ്രക്രിയയിൽ, ഉത്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കമ്പോസ്റ്റബിൾ ആയിട്ടുള്ള കത്തുന്ന രീതിയിലുള്ള വാതകങ്ങളോ പൊടികളോ അല്ലെങ്കിൽ എന്താണ് പുകകളോ കാര്യങ്ങളോ ഒക്കെ പുറത്തു വിടാറുണ്ട് അല്ലെങ്കിൽ പുറന്തള്ളാറുണ്ട്. സോ അത്തരത്തിലുള്ളവ, അത്തരവും അങ്ങനെയുള്ള ഡസ്റ്റോ ഫ്യൂംസോ വേപ്പേഴ്സോ ഗ്യാസസോവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ ഒരു സ്ഫോടനം നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ആ ഒരു പ്രൊസീജിയറിൽ ഉൾപ്പെടുന്ന പ്ലാന്റ്സ് ആയിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ വളരെ കാര്യക്ഷമമായിട്ട് അത് കവർ ചെയ്ത് സംരക്ഷിക്കുക. അതുപോലെ ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഡസ്റ്റ്, ഫ്യൂംസ്, വേപ്പേഴ്സ് അല്ലെങ്കിൽ ഗ്യാസസ് മുതലായവയ്ക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുകയോ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊഹിബിറ്റിംഗ് ദ കവറിംഗ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പ്ലോസീവ്. ഏത് തരത്തിലുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ മൂടുന്നതിനെ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിരോധിക്കുക. ഇത്രയും ആ ഒരു സെക്ഷൻ 37 പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള പൊടികളോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ കത്തുന്ന രീതിയിലുള്ള പൊടികളോ ഫ്യൂംസോ അല്ലെങ്കിൽ വാതകങ്ങളോ പുകകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള ആ ഒരു സ്ഫോടനത്തെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ് സെക്ഷൻ 37. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. സെക്ഷൻ 38 ആണ് കേട്ടോ. അവിടെ സെക്ഷൻ കൊടുത്തിട്ടില്ല, അതൊന്നും നിങ്ങൾ എഴുതി ചേർത്തേക്കണേ. സെക്ഷൻ 38 പറയുന്നതാണ് കേട്ടോ. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ, തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലുള്ള മുൻഗണന അല്ലെങ്കിൽ മുൻകരുതൽ എന്തൊക്കെയാണ്, പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടതാണ് സെക്ഷൻ 38 പറയുന്നത് കേട്ടോ. 38 സെക്ഷനിലാണ് പറയുന്നത്. Every factory need to be adequately equipped to save its employees in the situation of fire. അല്ലെ, ഒരു തീപിടുത്തം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീപിടുത്തം ഉണ്ടായ അല്ലെങ്കിൽ ഒരു ഫയർ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മതിയായ സജ്ജീകരണങ്ങൾ ഓരോ ഫാക്ടറിയിലും ഉണ്ടായിരിക്കണം. And the fire exits should be locked or shut in such a manner that they can be opened with the slightest effort from inside and open towards outside, except in cases of sliding doors. അപ്പൊ ഇവിടെ നമുക്ക് സാധാരണയായിട്ട് സ്ലൈഡിംഗ് ഡോറുകളാണ് വെക്കാറ് അല്ലെ. ഫയർ എക്സിറ്റുകൾ കണ്ടിട്ടില്ലേ? ഫാക്ടറിയിൽ ചെല്ലുന്ന മാത്രമല്ല, ഹോസ്പിറ്റലുകളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ബിൽഡിങ്ങുകളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫയർ എക്സിറ്റുകൾ കാണാറുണ്ട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ ഫയർ എക്സിറ്റുകൾ കണ്ടിട്ടില്ലേ? തീപിടുത്തം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് സാധാരണ സ്ലൈഡിംഗ് ഡോറുകളാണ് ഇപ്പൊ സാധാരണയായിട്ട് വെക്കാറ്. അല്ല, സ്ലൈഡിംഗ് ഡോർ അല്ല എങ്കിൽ ഫയർ എക്സിറ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ആ ലോക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വളരെ സ്ലൈറ്റ് എഫേർട്ടിലുള്ള ചെറിയ എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയിൽ ഇൻസൈഡിലേക്ക് പുറത്തേക്ക് നമുക്ക് വളരെ
കുറച്ച് എഫേർട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തീപിടുത്തം ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവൻ അപകടത്തിൽ പെടാനുള്ള സാധ്യതയും കൂടുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ലോക്കിംഗ് സംവിധാനമായിരിക്കണം വെക്കേണ്ടത്. ടുവേർഡ്സ് ഔട്ട്സൈഡ് എക്സെപ്റ്റ് ഇൻ കേസസ് ഓഫ് സ്ലൈഡിംഗ് ഡോർസ് ആണെങ്കിൽ പിന്നെ നമുക്ക് അധികം പ്രശ്നങ്ങളില്ല അല്ലെ, വേഗം നമുക്ക് തുറന്ന് പോകാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഫയർ എക്സിറ്റുകൾ കൊടുത്തിരിക്കണം. അതുപോലെ ഫയർ എക്സിറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഓൾ വർക്കേഴ്സ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഫയർ എക്സിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പുറത്തേക്ക് എക്സിറ്റ് ഉണ്ടാവുക, അതിനെ കുറിച്ചൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിനുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവിടുത്തെ എല്ലാ വർക്കേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലാംഗ്വേജസിൽ എഴുതി വ്യക്തമായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അവിടെ ആ ഒരു ഫയർ എക്സിറ്റ് എങ്ങനെ പ്രവർത്തിപ്പിക്കാം, എങ്ങനെ അവർക്ക് പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയത് അവർക്ക് മനസ്സിലാവുന്ന, എല്ലാ വർക്കേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജസിലായിരിക്കണം അത് അവിടെ സൂചിപ്പിക്കേണ്ടത്. And there should be provision for loud and clear ways of warning workers in case of fire. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ നമ്മുടെ ഫയർസ് ഒക്കെ വരാൻ, തീപിടുത്തം ഉണ്ടാകുമ്പോൾ വാർണിംഗ് അലാംസ് അടിക്കാറില്ലേ സ്ഥാപനങ്ങളില്, ഫാക്ടറിയിലൊക്കെ ആണെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കുന്നത് മറ്റേ എംപ്ലോയീസിന് മുന്നറിയിപ്പ് കൊടുക്കില്ലേ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല്, അലാംസ് മുടങ്ങില്ലേ, വാർണിംഗ് അലാംസ്. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? ഫുഡൊന്നും കഴിച്ചില്ലേ ആരോ? അതാണോ? ഫുഡ് കഴിക്കാതൊക്കെയാണോ വന്നിരിക്കുന്നത്? അതാണ് ഇത്രയും ക്ഷീണവും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തെ? കഴിച്ചു. ഓക്കെ, അപ്പൊ വാർണിംഗ് അലാംസ് അടിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനം കൂടി വെക്കാണ്. So there should be provision for loud and clear ways of warning workers in case of fire. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഭാഗത്തൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാർണിംഗ് അലാംസ് എന്ത് ചെയ്യും? വളരെ ലൗഡ് ആയിട്ട് ഉറക്കെ അല്ലെങ്കിൽ ഉച്ചത്തില് വ്യക്തമായിട്ട് അവിടുത്തെ വർക്കേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ വാർണിംഗ് അലാംസ് എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഘടിപ്പിക്കുക. അപ്പൊ മറ്റു വർക്കേഴ്സിന് മനസ്സിലാവും ഇന്നൊരു ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ആ ഭാഗത്തേക്ക് ഇവർക്ക് പോവണ്ട അല്ലെ. അല്ല എങ്കിൽ എന്തെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടണമെങ്കിൽ അത് ചെയ്യാം അല്ലെ. Then every room of the factory must contain a free passageway to the fire exit that is conveniently accessible to every workers. അപ്പൊ നമുക്കറിയാം ഒരു ഫാക്ടറിയിലെ ഏതൊരു റൂമിൽ നിന്നും നമുക്ക് ഈ ഒരു ഫയർ എക്സിറ്റിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ഇടനാഴി നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം എവിടെയാണ് തീപിടുത്തം ഉണ്ടാവുക, എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഏതൊരു റൂമിൽ നിന്നും ഈ ഒരു ഫയർ എക്സിറ്റിലേക്ക് വേഗത്തിൽ വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു വഴി ഉണ്ടായിരിക്കണം. അതുപോലെ എല്ലാ വർക്കേഴ്സിനും ഇത് കൺവീനിയന്റ്ലി അക്സസിബിളും ആയിരിക്കണം, അവിടേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഇടത്തായിരിക്കണം ഈ ഫയർ എക്സിറ്റുകൾ വെക്കേണ്ടത്. And the state government should make clear-cut rules recommending the ways of escaping fire. ഈ ഒരു ഫയറിൽ നിന്ന് എങ്ങനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ തടയാം, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള റൂൾസും റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകളും ഒക്കെ നിർമ്മിക്കാനും അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുത്താനും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അധികാരം ഉണ്ടായിരിക്കുക. The chief inspector has the authority to recommend detailed measures that can be taken in relation with the act and regulation set by the state government. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള ആക്ടുകളുമായി ബന്ധപ്പെട്ട റൂൾസ്, അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചീഫ് ഇൻസ്പെക്ടർ അവിടെ പരിശോധന നടത്തുന്ന, ആ ഒരു ഫാക്ടറിയിൽ പരിശോധന നടത്തുന്ന ചീഫ് ഇൻസ്പെക്ടർക്കാണ് the authority to recommend detailed measures, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷേഴ്സ്, നടപടിക്രമങ്ങള് that can be taken in relation with. അപ്പൊ ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ ഒരു ഫാക്ടറിയിൽ നടത്തേണ്ടത്, അതുപോലെ ഈ ഫയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചും പ്രതിരോധ മെഷേഴ്സിനെ കുറിച്ചും ഒക്കെയുള്ളൊരു വിശദമായിട്ടുള്ള ഒരു ശുപാർശ നൽകാനുള്ള ഒരു അധികാരം ചീഫ് ഇൻസ്പെക്ടർക്കാർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ the inspector also has the power to add new provisions of escape to the existing ones if he does not find the existing provisions adequate and put the new ones in writing. അപ്പൊ നിലവിലുള്ള വ്യവസ്ഥകള്
മതിയായ രീതിയിലല്ല, നിലവിലുള്ള വ്യവസ്ഥകൾ മതിയാവില്ല, കുറച്ചും കൂടി നല്ല രീതിയിലുള്ള വ്യവസ്ഥകൾ കൊടുത്താൽ മാത്രമേ ചില ഫാക്ടറീസിലെ നല്ല രീതിയിൽ സേഫ്റ്റി അല്ലെങ്കിൽ ഫയർസുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ടർക്ക് അതിനുള്ള പവർ അല്ലെങ്കിൽ അധികാരമുണ്ട്. അദ്ദേഹത്തിന് നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടാതെ പുതിയ എന്തെങ്കിലും വ്യവസ്ഥകൾ കൊടുക്കണമെങ്കിൽ മതിയായ വ്യവസ്ഥകൾ നിർമ്മിച്ച് നൽകാവുന്നതാണ്. അതവിടെ കൃത്യമായിട്ട് രേഖാമൂലം അവർക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാം. അതവിടെ കൃത്യമായിട്ട് പാലിക്കേണ്ടതും ഈ ഒരു ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ സെക്ഷൻ 38 പറയുന്നത് പ്രിക്കോഷൻ ഇൻ കേസ് ഓഫ് ഫയർ എന്നാണ്. അപ്പൊ സെക്ഷൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ അതൊന്ന് എഴുതി വെക്കണം കേട്ടോ. 38 ആണുള്ളത്. പ്രിക്കോഷൻ ഇൻ കേസ് ഓഫ് ഫയറുമായി ബന്ധപ്പെട്ട് തീപിടുത്തവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മുൻകരുതലുകൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ മുൻകരുതൽ നടപടിക്രമങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 38 പറയുന്നത്. ഏതൊരു ഫാക്ടറിയിലാണെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ അത്തരം സിറ്റുവേഷൻസിൽ നിന്നും അവിടുത്തെ എംപ്ലോയീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മതിയായ സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഡോർസ് ഉള്ള ഫയർ എക്സിറ്റുകൾ വേണം. ഇനി സ്ലൈഡിംഗ് ഡോർ അല്ല മറ്റ് ലോക്കുകൾ ആണെങ്കിൽ അത് പെട്ടെന്ന് വളരെ ചെറിയ പ്രയത്നത്തിൽ തന്നെ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫയർ എക്സിറ്റുകൾ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫയർ എക്സിറ്റുകൾ നമുക്ക് എളുപ്പത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാവുന്ന, എല്ലാ വർക്കേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജുകളിൽ അതവിടെ സൂചിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് അവിടുത്തെ മറ്റു വർക്കേഴ്സിന് ഏതെങ്കിലും ഭാഗത്ത് തീപിടുത്തം ഉണ്ടായാൽ അറിയുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള ഒരു അലാം സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ ഘടിപ്പിക്കണം. അതുപോലെ തന്നെ എല്ലാ റൂമിൽ നിന്നും, ആ ഒരു ഫാക്ടറിയിലെ എല്ലാ റൂമിൽ നിന്നും പെട്ടെന്ന് ഈ ഒരു ഫയർ എക്സിറ്റിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീ ആയിട്ടുള്ള പാസ് വേകൾ വെച്ചിരിക്കണം അല്ലെങ്കിൽ വഴികൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനും നിയമിക്കാനും നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള അധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ചീഫ് ഇൻസ്പെക്ടർ ഈ ഒരു ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന ചീഫ് ഇൻസ്പെക്ടർക്ക് അവർക്ക് ആ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ ഒരു റൂൾസ് റെഗുലേഷൻസ് ആ ഒരു ഫാക്ടറി പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മേൽനോട്ടം വഹിക്കാം അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്താം. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർ ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മറ്റ് നടപടിക്രമങ്ങളെ കുറിച്ചും റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകൾ ആ ഒരു ഫാക്ടറിക്ക് വേണ്ടി കൊടുക്കാം. അതുപോലെ ഈ ചീഫ് ഇൻസ്പെക്ടർക്ക് തോന്നാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മതിയാവുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പുതിയ വ്യവസ്ഥകൾ കൂടി കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അവിടെ ഈ ഒരു ഫയറുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ ആർക്ക് നിർമ്മിക്കാനും കൊടുക്കാനും അധികാരമുണ്ട്? ആ ഒരു ഇൻസ്പെക്ടർക്ക് നിർമ്മിക്കാനും നൽകാനുമുള്ള അധികാരവും ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഇത് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓഫ് ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. സെക്ഷൻ 39 സെക്ഷൻ 39 പറയുന്നത് മെഷീനറീസിന്റെയൊക്കെ ഡിഫക്റ്റീവ് പാർട്സുകൾ, തകരാറുള്ള ഭാഗങ്ങളാവാം, അല്ലെങ്കിൽ ആ മെഷീനറീസിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ്
section 39 പറയുന്നത്. The factory inspector might need a detailed description of the faulty parts or test of stability, and in this regard might ask the manager to produce details, drawings and other important documents, or might opt for some specific test conducted in a specific way. ഇവിടെ ഫാക്ടറിയിൽ അവരെ പരിശോധന നടത്തുന്ന ഇൻസ്പെക്ടർ might need a detailed description of the faulty parts. അവരുടെ മെഷീനറിയുമായി ബന്ധപ്പെട്ട അവിടെ പ്രവർത്തിക്കുന്ന മെഷീനറീസുമായി ബന്ധപ്പെട്ട തകരാറുകളുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മെഷീനറീസിന്റെ സ്ഥിരതയുമായി ബന്ധപ്പെട്ട പരിശോധനകളുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശദീകരണം ഈ ഒരു ഫാക്ടറി ഇൻസ്പെക്ടറിന് ആരോട് ചോദിക്കാം? ആ ഒരു മാനേജർ, ആ ഒരു ഫാക്ടറിയുടെ മാനേജറോട് ചോദിക്കാം. In this regard, might ask the manager to produce details, drawings and other important documents. അപ്പൊ ഇതുമായി മെഷീനറീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കൃത്യമായിട്ടുള്ള ഡ്രോയിങ്ങുകള്, മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മുതലായവയൊക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യണം? മാനേജർ ഈ പറയുന്ന ഇൻസ്പെക്ടർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. Or might opt for some specific, അല്ലെങ്കിൽ ചിലപ്പോ മാനേജറിനോട് എന്ത് ആവശ്യപ്പെടാം? ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാം, അല്ല എങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ടഡിനെ സ്പെസിഫിക് പ്രത്യേക രീതിയിൽ ചെയ്ത പ്രത്യേക ടെസ്റ്റുകൾക്ക് എന്ത് ചെയ്യാം? ആരായാൻ പറ്റും. അതായത് ആ ഒരു മെഷീനറി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ആ ഒരു മെഷീനറിയുടെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്, സ്ഥിരത എത്രത്തോളം ഉണ്ട്, അതിലേതെങ്കിലും തകരാറ് വന്ന് സംഭവിച്ച ഭാഗങ്ങളുണ്ടോ, അതൊക്കെ അപകടങ്ങൾക്ക് കാരണമാവുന്നതാണ് അല്ലെ. അപ്പൊ അത്തരം കേസുകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ 39 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടറി ഇൻസ്പെക്ടർ എന്ത് ചെയ്യുന്നു? വിശദമായിട്ട് അവിടെയുള്ള എല്ലാ മെഷീനറീസിനെയും കുറിച്ച് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ മെഷീനറീസും നല്ല സ്ഥിരതയോടുകൂടി സ്റ്റെബിലിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട പല പരിശോധനകൾ നടത്തും. അതുപോലെ മെഷീനറീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ച ഭാഗങ്ങളുണ്ടോ, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഫാക്ടറി ഇൻസ്പെക്ടർ മാനേജറോട് ഈ പറയുന്ന ആ ഒരു മെഷീനറിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ഡ്രോയിങ്സ്, മറ്റ് ഡോക്യുമെന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫോർട്ടി ആയിട്ടുള്ള പാർട്ടോ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ചില പ്രത്യേക ടെസ്റ്റുകൾക്കും എഴുതാറുണ്ട്, അല്ലെങ്കിൽ അത് ശുപാർശ ചെയ്യാറുണ്ട്. സോ അത്തരം കേസുകൾ, അത്തരം കാര്യങ്ങളുടെയൊക്കെ റിസൾട്ടുകളിലൂടെ അല്ലെങ്കിൽ കിട്ടുന്ന ഈ ഡോക്യുമെന്റിന്റെ ഒക്കെ സഹായത്തോടുകൂടി ഈ മെഷീനറീസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അത് സ്ഥിരതയോടെയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മെഷീനറി ആണോ, അതിലെന്തെങ്കിലും ഫോൾട്ടി പാർട്സ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഭാഗങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു ഇൻസ്പെക്ടർ എന്ത് ചെയ്യുന്നു? കൃത്യമായ ശുപാർശകൾ നടത്തും, അല്ലെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കും. ഇന്ന മെഷീനറീസ് മാത്രമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്, ബാക്കിയുള്ളവയ്ക്ക് ഇങ്ങനെയുള്ള കേടുപാടുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഭാഗങ്ങൾ അത് പ്രവർത്തനരഹിതമാണ്, അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള റിപ്പയറിംഗ്, മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആൾട്ടറേഷൻസ് വരുത്താനും ഈ ഒരു സെക്ഷനിലൂടെ സാധിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയ സെക്ഷൻ 39. Okay. Okay. Next one ആണ് safety of buildings and machines. Section 14 ആണ് ട്ടോ. 40-ലാണ് പറയുന്നത് safety of buildings and machines. In case the inspector observed that any building or a part of it or a plant or machinery of the factory in any manner is not safe for the employees to use or venture, he can instruct the owner
or manager in writing to take up measures to repair it within the stipulated time period. ഇതിൽ പറയുന്നത് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസിന്റെയും ആ ബിൽഡിങ്ങിന്റെയും സുരക്ഷ. അതായത് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഇൻസ്പെക്ടർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാണ്. അതായത് ആ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അതിന്റെ ബിൽഡിങ്ങുകളില്, അല്ലെങ്കിൽ അതിന്റെ ബിൽഡിംഗ് ആവാം, ബിൽഡിംഗ് മുഴുവനായിട്ടാവാം, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടാവാം, or in a plant or machinery of the factory. ആ ഫാക്ടറിയുടെ ഏതെങ്കിലും പ്ലാന്റോ അല്ലെങ്കിൽ മെഷീനറിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടോ അത് ഏതെങ്കിലും രീതിയിൽ അത് സേഫ് അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അത് ഉപയോഗിക്കാനായിട്ട് സേഫ് അല്ല എന്ന് ഒരു ഇൻസ്പെക്ടറിന് തോന്നുന്ന കേസുകൾ. അത്തരം കേസുകളില് എന്താണ്, he can instruct the owner or manager in writing to take up measures to repair it. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ആ ഒരു ബിൽഡിങ്ങിന്റെ ഓണറോട് അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോട് എന്ത് നിർദ്ദേശങ്ങൾ നൽകാം? റൈറ്റിംഗ് ടു രേഖാമൂലം നിർദ്ദേശങ്ങൾ നൽകാണ്. ടു ടേക്ക് അപ്പ് ടു മെഷേഴ്സ്, ആ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെഷീനറിയായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ പ്ലാന്റുമായി ബന്ധപ്പെട്ടോ ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ചെയ്യുക. അതിനനുസരിച്ച് കൃത്യമായ റിപ്പയറിംഗ് നടത്തുക. സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം രേഖാമൂലം ആ ഒരു ഇൻസ്പെക്ടർക്ക്, ആ ഓണർക്കോ അല്ലെങ്കിൽ മാനേജർക്കോ നൽകാവുന്നതാണ്. He can also ban the use of the building or part of it in any manner or a plant or machinery of the factory if it is life-threatening until it is satisfactorily repaired and restored. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മള് കുറച്ച് മാസേ ആയിട്ടുള്ളൂ തോന്നുന്നു, മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഒക്കെ വീണത് ഓർക്കുന്നില്ലേ? ഉപയോഗശൂന്യമായിട്ടിരുന്ന ഒരു ബിൽഡിംഗ് വീണ് ഒരു സ്ത്രീ മരിച്ചത് ഓർക്കുന്നില്ലേ? അതുപോലെ ഏതൊരു ഫാക്ടറി എന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ അവിടെയുള്ള മെഷീനറീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാന്റുകൾ ശരിയായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ചിലപ്പോൾ ക്ഷയിച്ചിട്ടുണ്ടാവും. പഴയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ, പഴയ ബിൽഡിങ്ങിലൊന്നും ഇപ്പൊ കുട്ടികളെ ഒന്നും ഇരുത്താറില്ല അല്ലെ, അതൊക്കെ ഇപ്പൊ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ ബിൽഡിംഗ് ഒക്കെ നമ്മള് മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അത്തരം കേസുകളിൽ അങ്ങനെയുള്ള ബിൽഡിങ്ങോ അങ്ങനെയുള്ള പ്ലാന്റോ മെഷീനറിയോ ഒക്കെ ഉണ്ട് എങ്കിൽ അത്തരം സ്ഥലങ്ങളില് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇൻസ്പെക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ അത് അവിടുത്തെ എംപ്ലോയീസിന് സേഫ് അല്ല, അവർക്ക് വർക്ക് ചെയ്യാൻ സേഫ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരോട്, മാനേജറോടാവാം അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഓണറോടാവാം, എന്തായിരിക്കും നിർദ്ദേശിക്കുക? രേഖാമൂലം നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇത് എത്രയും വേഗം ആ ഒരു പറഞ്ഞിരിക്കുന്ന നിശ്ചിത സമയപരിധിക്കുള്ളില് അവിടെ റിപ്പയറിംഗ് മെഷേഴ്സ് നടത്തണം എന്നായിരിക്കും നിർദ്ദേശം കൊടുക്കുക. അതുപോലെ തന്നെ അത് റിപ്പയറിംഗ് നടത്തുന്നത് വരെ അവരുടെ ലൈഫിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ജീവന അപകടം, ലൈഫ് ത്രെറ്റനിങ് ആണ്, ജീവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത് എങ്കിൽ അത് സംതൃപ്തികരമായിട്ട് അത് റീസ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കഴിയുന്നത് വരെ അവിടെയുള്ള പ്രവർത്തനങ്ങളെ അവർ ഈ ഒരു ഇൻസ്പെക്ടർ ബാൻ ചെയ്യുന്നതിൽ നിരോധിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിന്റെ ഏരിയ ആണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ പിന്നെ ആ ഒരു റിപ്പയർ കഴിഞ്ഞ് സാറ്റിസ്ഫാക്ടറി അത് റിപ്പയറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് ആ ഒരു ഏരിയയിൽ ഉപയോഗം നടത്താൻ പാടുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഭാഗത്ത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നിരോധിച്ചിരിക്കുകയാണ്, അവിടെ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നാണ് ഇൻസ്പെക്ടർ നിരോധിച്ചിരിക്കുക, ബാൻ ചെയ്തിരിക്കുക. അപ്പൊ ആ ഒരു സ്ഥലത്ത് പിന്നെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. മറിച്ച് എപ്പോ മാത്രമേ പറ്റുള്ളൂ, അവർ കൃത്യമായിട്ട് റിപ്പയറും കാര്യങ്ങളും ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടത്തി കഴിഞ്ഞു എന്ന് സാറ്റിസ്ഫാക്ടറി നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവിടെ പിന്നീട് ആ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. He can then next പറയുന്നത്, if the inspector finds any building or part of a building in such a condition that it cannot be satisfactorily repaired, ഇനി ഈ ബിൽഡിങ്ങോ കാര്യങ്ങളോ ശരിയായ രീതിയിൽ സംതൃപ്തപരമായിട്ട് അവർ റിപ്പയർ ചെയ്തില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ he can be harmful to the well-being of the workers, അല്ലെ, അത് അവരുടെ well-being of the workers, വർക്കേഴ്സിന്റെ ക്ഷേമത്തിനെ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അല്ലെ. ബിൽഡിംഗ് ഒക്കെ വീണ് എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം. So he can instruct the owner or manager in writing to take up specified measures before the stipulated time period. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് കൃത്യമായിട്ട് അവർ ആ ഒരു രേഖാമൂലം അവർക്ക് മാനേജറിനോട് ഓണറോട് പറയാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ
കൃത്യമായിട്ട് ആ സ്പെസിഫിക് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം റിപ്പയർ ചെയ്ത് നൽകണമെന്ന് കൃത്യമായ ഒരു കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം ഈ പറയുന്ന ഇൻസ്പെക്ടറിന് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീനറി സെക്ഷൻ 40 പറയുന്നത് ഒരു ഇൻസ്പെക്ടർ വന്ന ഫാക്ടറി പരിശോധിക്കുന്ന സമയത്ത് ആ ഫാക്ടറിയിൽ ഏതെങ്കിലും ബിൽഡിങ്ങിനോ ആ ബിൽഡിംഗിൽ ഏതെങ്കിലും ഭാഗത്തിനോ പ്ലാന്റിനോ മെഷീനറീസുമായി ബന്ധപ്പെട്ടോ ഒക്കെ അവർക്ക് ഒരു അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ ഒരു നോട്ട് സേഫ് ഫോർ ദ എംപ്ലോയീസിന് സേഫ് അല്ല, അവർക്ക് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണ്, അതിന് ഉപയോഗപ്രദമല്ല ആ ഒരു ഏരിയ എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഓണറിനോടും അല്ലെങ്കിൽ മാനേജറിനോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാം. ഈ ഏരിയ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അത് റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇനി അങ്ങനെ റിപ്പയർ ചെയ്ത് കൊടുത്ത് അത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രമേ ആ ഒരു ഏരിയ പിന്നീട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഒരു ഏരിയയിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗം ബാൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കും, അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു. ഇനി സാറ്റിസ്ഫാക്ടറി അത് ആ ഒരു ഭാഗം റിപ്പയർ ആയിട്ടില്ല എങ്കിൽ പിന്നെയും ഒന്നും കൂടി ആ ഒരു ഓണറിനോടും മാനേജറോടും കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. കൃത്യമായ സമയപരിധിക്കുള്ളിൽ തന്നെ അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത്. അല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു മറ്റ് ലീഗൽ ആക്ഷൻസ് കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. വേഗം ഒന്ന് വായിച്ചു നോക്കി. സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ് സെക്ഷൻ 14. വായിച്ചിട്ട് എല്ലാവരും റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാണ്. ലാസ്റ്റ് വൺ ആണ് കേട്ടോ. പവർ ടു മേക്ക് റൂൾസ് സെക്ഷൻ 41. റൂൾസ് അല്ലെ, നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു അധികാരം. നോക്കി, the state government has the power to make rules and regulations related to the provisions for new machines and safety measures of workers employed in those factories. ഇവിടെ power to make rules നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് കൊടുക്കുന്നത്? സെക്ഷൻ 41 ഈ പറയുന്ന ഫാക്ടറീസുമായി ബന്ധപ്പെട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് നിർമ്മിക്കാനും, പുതിയ മെഷീനറീസുമായി ബന്ധപ്പെട്ട റൂൾസ് ആയിക്കോട്ടെ, സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിക്കോട്ടെ, അപ്പൊ അത് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട ജോലിയിൽ ആ ഫാക്ടറിയിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പുതിയ മെഷീനറീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുതലായവയൊക്കെ നിർമ്മിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 41 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 41ന്റെ അധികാരത്തിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. വായിച്ചു നോക്കി. പവർ ടു മേക്ക് റൂൾസ്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് കംപ്ലീറ്റ് ആയി കേട്ടോ. നമ്മുടെ എംപ്ലോയി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആയിരുന്നു 21 വരെ പറഞ്ഞിരുന്നത് കേട്ടോ. 21 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ സെക്ഷൻസും അതിന്റെ ആ ഒരു ഹെഡിങ്ങും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അതിലെ ആ ഒരു സെക്ഷൻ ഏതാണ്, ആ ഓരോ സെക്ഷൻസും ഏതൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ്
നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ആ ഒരു സുരക്ഷയുടെ പ്രാധാന്യം എത്രത്തോളമാണ്. നോക്കി, the importance of employee safety is as follows. എംപ്ലോയീസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രാധാന്യം. ഫസ്റ്റ് വൺ ആണ് എംപ്ലോയീസിന്റെ സേഫ്റ്റി. ആ ഒരു ജോലി സ്ഥലത്തെ എംപ്ലോയീസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലൂടെ അവോയ്ഡിങ് ആക്സിഡന്റ്സ്, അല്ലെ, നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ? അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ സേഫ്റ്റി ഉറപ്പുവരുത്തിയാല്? പറ്റും, അല്ലെ. അപ്പൊ നോക്കിയേ, industrial safety diminishes the chances of accidents as it installs the required safety devices accurately and inform the employees regarding crucial safety aspect. For industrial safety, നമുക്ക് വ്യാവസായികമായിട്ട് നമ്മൾ ആ ഓരോ മേഖലയിലും ഓരോ ഫാക്ടറിയിലും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ the chances of accident as it install the required, നമുക്കറിയാം ആ ഓരോ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയും നമുക്ക് ഈ ഒരു ഫാക്ടറി മേഖലയിലായിക്കോട്ടെ മറ്റെവിടെയാണെങ്കിലും ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് ആക്സിഡന്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ക്രൂഷ്യൽ സേഫ്റ്റി ആസ്പെക്റ്റുകൾ, അതുപോലെ തന്നെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ സ്ഥാപിക്കുക, ആവശ്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ സ്ഥാപിക്കുക, ഇൻഫോം ദ എംപ്ലോയീസ് റിഗാർഡിംഗ് ക്രൂഷ്യൽ സേഫ്റ്റി ആസ്പെക്ട്, സേഫ്റ്റി എങ്ങനെ ഉറപ്പുവരുത്തണം, എങ്ങനെ അത് പാലിക്കണം, അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് അവിടുത്തെ എംപ്ലോയീസിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകൾ കൊടുക്കുക. ഇതിലൂടെ എല്ലാം നമുക്ക് ഒരു പരിധി വരെയും അവിടെ ഉണ്ടാവുന്ന ആക്സിഡൻസ് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന ചാൻസസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. എപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡിവൈസുകൾ സ്ഥാപിക്കുക, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുക. അതിലൂടെയൊക്കെ നമുക്ക് സേഫ്റ്റി അല്ലെങ്കിൽ ആക്സിഡൻസ് കുറയ്ക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് കൃത്യമായ സേഫ്റ്റി ഡിവൈസുകൾ സ്ഥാപിക്കാൻ മാത്രമല്ല അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും ആ ഒരു നിർണായകമായ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും നൽകുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെയും അപകടം ഉണ്ടാവാനുള്ള ചാൻസസ് കുറയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ ഇത്? നെക്സ്റ്റ് വൺ ആണ് മിനിമൈസസ് കോസ്റ്റ്. ചിലവ് കുറയ്ക്കാൻ പറ്റും. ചിലവ് കുറയ്ക്കാൻ പറ്റുമോ? എന്തുമായി ബന്ധപ്പെട്ട ചിലവാ കുറയ്ക്കാൻ പറ്റുക? എന്തുമായി ബന്ധപ്പെട്ട ചിലവുകളാണ് കുറയ്ക്കാൻ പറ്റുക? എന്തുമായി ബന്ധപ്പെട്ടതാ? സേഫ്റ്റി ഉറപ്പാക്കിയാൽ എന്തുമായി ബന്ധപ്പെട്ട ചിലവ് കുറക്കാൻ പറ്റും? എന്തുമായി ബന്ധപ്പെട്ട ചെലവുകളാണ് കുറയ്ക്കാൻ പറ്റുന്നത്? മെഡിക്കൽ കോസ്റ്റുകൾ, അല്ലെ? ശരിയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, നമുക്കൊരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലെ ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്, അല്ലേ? ഇല്ലേ? അവർക്ക് നേരിട്ടാണെങ്കിൽ എങ്ങനെയാ അവർക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ കോമ്പൻസേഷൻസ് ആയിരിക്കും, അല്ലെ? സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവർക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ള പരിക്കേറ്റവർക്കായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മരണപ്പെട്ട, ചിലപ്പോ ആളുകൾ മരിച്ചു പോവാറുണ്ട്, അപ്പൊ മരണപ്പെട്ട ആളുകളുടെ ആ ഒരു റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കായിക്കോട്ടെ, ആ ഒരു ഡിസീസ്ഡ് ആയിട്ട് മരണപ്പെട്ടവരുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ നമ്മൾ കുറച്ചധികം സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ആ ഒരു പൊസിഷനിലേക്ക് പുതിയ പുതിയ ആളുകളെ നമ്മൾ നിയമിക്കണം, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കണം. അതുപോലെ ഇഞ്ചേർഡ് ആയിട്ടുള്ള പരിക്കേറ്റ ആളുകളാണെങ്കിൽ അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ, ചിലവുകളും ഈ ഒരു സ്ഥാപനം വഹിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടമാണല്ലോ, അപ്പൊ അവരത് വഹിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലവുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെ? നോക്കി, minimizes cost. It initially diminishes and finally prevents all the indirect expenditure the organization incurs because of industrial accident. ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അപകടങ്ങൾ മൂലമുണ്ടാവുന്ന ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളയും ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചെലവിനെ നമുക്ക് ആദ്യവും ആരംഭഘട്ടത്തിലും അവസാന ഘട്ടത്തിലും ഒക്കെ നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാനായിട്ട് പറ്റും.
Direct costs such as financial compensation to the injured or the deceased family, and indirect costs such as expense incurred in treatment of the injured employee is minimized. So, expensive indirect costs എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻജേർഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചിലവുകളാവാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പരിക്കേറ്റ വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കോ നമ്മൾ കൊടുക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഡയറക്റ്റ് കോസ്റ്റ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചിലവുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ തേർഡ് വൺ ആണ് ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടെയ്ൻമെന്റ് ആൻഡ് ഡിവോഷൻ. എംപ്ലോയീസിന്റെ കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി, അവരുടെ സംതൃപ്തിയും അതുപോലെ ആ ഒരു സ്ഥാപനത്തോടുള്ള ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധത ഇതൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. When employees feel safe in their work environment, അല്ലെ ഒരു സേഫ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ എംപ്ലോയീസ് ഫീൽ ദേ ആർ സേഫ് ഇൻ ദെയർ വർക്ക് എൻവയോൺമെന്റ്, അല്ലെ നമുക്ക് എങ്ങനെയായിരിക്കും, നമുക്കും അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് വളരെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിച്ചുകൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് വളരെ സേഫ് ആണ് എന്നുള്ളൊരു ഫീൽ അല്ലേ നിങ്ങൾക്ക്, അനുഭവം അല്ലേ നമുക്ക് കിട്ടുക, അല്ലെ നമ്മൾ സേഫ് ആണ്, നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫീല് വരുമ്പോ സ്വാഭാവികമായിട്ടും ഫീൽ എ സെൻസ് ഓഫ് മോട്ടിവേഷൻ, അല്ലെ. നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും എന്താണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു മോട്ടിവേഷൻ തോന്നും, ഇല്ലേ, പ്രചോദനം ഉണ്ടാവും അതിൽ നിന്ന്, അല്ലെ, ഒരു സംതൃപ്തി തോന്നും, അല്ലെ. ആ ഒരു വർക്ക് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയും ആ ഒരു എംപ്ലോയീസിന് തോന്നാം. They expect their employees to bestow them with a safe and secure workplace. ഏതൊരു എംപ്ലോയിയും ഏതൊരു ജോലിക്കാരും തൊഴിലാളിയും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ തൊഴിലുടമയിൽ നിന്നും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി സ്ഥലം അവർക്ക് ലഭിക്കുക എന്നുള്ളത്, ഇല്ലേ, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. When their expectations are properly met, they feel motivated and content. അപ്പൊ അവരുടെ ആ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷകൾ നിറവേറ്റുന്ന രീതിയിൽ അവിടെ വളരെ സുരക്ഷിതവും അതുപോലെ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് നൽകിയാൽ അതിലൂടെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെയും നല്ല രീതിയിൽ അതിലൂടെ മോട്ടിവേറ്റഡ് ആക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ അവർ വളരെ സംതൃപ്തരായിട്ട് പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടെയ്ൻമെന്റ് ആൻഡ് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അത് ആ എംപ്ലോയീസിന് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സെക്യൂർ ആണ് ഞാൻ, സേഫ് ആണ് ഞാൻ എന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥാപനം അവരുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ള എക്സ്പെക്ടേഷൻ അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അത് നിറവേറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിലൂടെ ഓരോ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്യാനും അവരെ വളരെ സംതൃപ്തിയോടെ വർക്ക് ചെയ്യിപ്പിക്കാനും സാധിക്കുന്നു. ഓക്കെ, ഫോർത്ത് വൺ ആണ് ലീഗൽ കംപ്ലൈന്റ്സ്. നിയമപരമായ എന്താണ് കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ പാലിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. The employee safety conforms to all the laws governing the security of workers in the work premises. അവരുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ അവരുടെ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ ഒരു നിയമ നിർമ്മാണം അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയെ നിയന്ത്രിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ഓരോ സ്ഥാപനത്തിലും പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. Employee safety is emphasized in organization in order to keep the employee contented, reduce HR cost and meet legislative need. അപ്പൊ ഇവിടെ ഒരു എംപ്ലോയീസിന്റെ സേഫ്റ്റി എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഊന്നൽ കൊടുക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ സംതൃപ്തി, അതുപോലെ HR കോസ്റ്റുകൾ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് റിക്രൂട്ട്മെന്റ് മറ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ മീറ്റ് ലെജിസ്ലേറ്റീവ് നീഡ്സ്, അവരുടെ നിയമപരമായ ആവശ്യകതകൾ നമുക്ക് നിറവേറ്റി നൽകാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, സേഫ്റ്റി പ്രൊസീജിയർ ആസ് ടേക്കൺ അപ്പ് ബൈ ഓർഗനൈസേഷൻ in order to meet safety requirements mentioned in various employment laws such as Industrial Dispute Act 1947.
എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, അതുപോലെ ഫാക്ടറീസ് ആക്ട് 1948, അപ്രന്റീസ് ആക്ട് 1961. അപ്പൊ ഇത്തരം നിയമങ്ങളെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആയിക്കോട്ടെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആയിക്കോട്ടെ, ഫാക്ടറീസ് ആക്ട് ആയിക്കോട്ടെ, അപ്രന്റീസ് ആക്ട് ആയിക്കോട്ടെ, അപ്പൊ ഇത്തരം എല്ലാ നിയമങ്ങളിലും പ്രത്യേകമായിട്ട് എംപ്ലോയ്മെന്റ് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ. അപ്പൊ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന തൊഴിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഇത്തരം നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ആവശ്യകതകളും നിറവേറ്റുന്ന രീതിയിലുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് അവിടുത്തെ എംപ്ലോയീസിന്റെ സംതൃപ്തി കൂട്ടാൻ പറ്റും, HR കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അവരുടെ നിയമപരമായ ആവശ്യകതകളെ നിറവേറ്റാനും നമുക്ക് സാധിക്കുന്നു. അതിനുവേണ്ടി അപ്പൊ നിയമപരമായിട്ടുള്ള ഒരു പാലിക്കൽ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ സേഫ്റ്റി ഉറപ്പുവരുത്താന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അവരുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളെയും കൃത്യമായിട്ട് പരാമർശിച്ചിരിക്കുന്ന ഓരോ റെഗുലേഷൻസും റൂൾസും കൃത്യമായി പാലിക്കുക എന്ന് കൂടിയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ അതിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സുരക്ഷയെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് ഇവിടെ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. Then fifth one ആണ് ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നല്ല രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. എംപ്ലോയീസ് സേഫ്റ്റി ഈസ് ബിലീവ്ഡ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രണ്ട്ലിനെസ് ആൻഡ് കോർഡിയൽ എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻ. അപ്പൊ നമുക്ക് നല്ലൊരു എംപ്ലോയീസിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നതിലൂടെ ഒരു ബിലീവ്ഡ് അതായത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡ്യൂസ് ഫ്രണ്ട്ലിനെസ്. ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും അല്ലെ, അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ എംപ്ലോയി സേഫ്റ്റിയിലൂടെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. Safety measures are introduced by the employer in order to keep the workplace healthy and secure for its workplace. എന്താണ് വർക്ക്ഫോഴ്സ്, അവിടുത്തെ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോലിക്കാർക്കും അല്ലെങ്കിൽ ജീവനക്കാർക്കും വേണ്ടി. അപ്പൊ നമുക്കറിയാം ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാല് അവിടെ എംപ്ലോയർ എന്താ ചെയ്യുന്നത്, സേഫ്റ്റി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. അവിടെ വർക്ക് ഫോഴ്സിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തൊഴിൽ കൂട്ടത്തിന് വേണ്ടിയിട്ട് അവരെ സുരക്ഷിതമാക്കാനും സെക്യൂർ ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ വർക്ക് പ്ലേസിലേക്ക് പുതിയ പുതിയ സുരക്ഷാ മെഷേഴ്സ് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, പറ്റുന്നുണ്ടോ? കാരണം അവരുടെ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാണ് അല്ലെ. അപ്പൊ നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ തൊഴിലുടമകള് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുമ്പോൾ സ്വാഭാവികം അവരും ഇവരും തമ്മിലുള്ള ഒരു ബന്ധം വളരെ നല്ല സൗഹൃദപരമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കോ? പറ്റും അല്ലെ. നെക്സ്റ്റ് വൺ ആണ് നോക്കിയേ. ഇൻ റിട്ടേൺ ദ എംപ്ലോയേഴ്സ് നർച്ചർ എ പോസിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ഔട്ട്ലുക്ക് towards the organization. Such an environment in the long run gives that organization a good image and helps in developing peaceful industrial relation. ഇപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ്, അപ്പൊ അവിടെ ഇങ്ങനെ നല്ല രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അവിടെ കൊണ്ടുവരുന്നതിലൂടെ എംപ്ലോയീസിന് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനവും കിട്ടുന്നുണ്ട് ആ ഓർഗനൈസേഷനോടുമായി ബന്ധപ്പെട്ട്. സോ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ അവർ ദീർഘകാലം എന്ത് ചെയ്യുന്നു, ലോങ് റൺ ഗീവ്സ് ദാറ്റ് ഓർഗനൈസേഷൻ എ ഗുഡ് ഇമേജ്. അപ്പൊ ഇതുപോലെ അവര് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് പാലിക്കുന്നതിലൂടെ ഒരു ദീർഘകാല അടിസ്ഥാനത്തില് അവർക്ക് ആ ഒരു ഒരു അടിസ്ഥാനത്തില് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ആ ഒരു നല്ല പ്രതീക്ഷ, ഗുഡ് ഇമേജ്, നല്ലൊരു പ്രതീക്ഷയെ നിലനിർത്താനും ഹെൽപ്പിംഗ് ഡെവലപ്പിംഗ് പീസ്ഫുൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ, ആ ഒരു ഇൻഡസ്ട്രിയിലെ ആ ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഒക്കെ നിലനിർത്താനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തതാണ് ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാം. ഫോർമലൈസ് ചെയ്യാന്ന് ഔപചാരികമാക്കൽ, അവിടുത്തെ പ്രക്രിയകളും പരിപാടികളും ഒക്കെ ഔപചാരികമാക്കുക. വിത്ത് എംപ്ലോയി സേഫ്റ്റി, employers are able to guide employees to take safety as a system and culture using a constant awareness program. For employee safety മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ employers are able to guide, അവിടുത്തെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, നയിക്കുന്നു.
ടു ടേക്ക് സേഫ്റ്റി സിസ്റ്റം, സുരക്ഷാ നടപടികൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം, സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം എങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് അവിടെ നമുക്ക് നടപ്പിലാക്കാം. അതിനുവേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് അവർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ, അവബോധ പരിപാടികൾ നടത്തുകയും അതിലൂടെ എംപ്ലോയീസിന് കൃത്യമായിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ അവരുടെ കീഴിലുള്ള ജീവനക്കാരെ നയിക്കാനും സാധിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സും പ്രോഗ്രാമും ഒരു ഫോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഔപചാരികമാക്കി തീർക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. Plants that are significantly safe to work in are more efficient. ഏതൊരു സ്ഥാപനമാണെങ്കിലും പ്ലാന്റ്സ് ആയിക്കോട്ടെ, വിശദീയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായിക്കോട്ടെ, അത് വളരെ സേഫ് ആവുമ്പോഴാണ് നമുക്ക് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെ? And employees in such a plants are more productive and can invest more time in enhancing work quality and do not need to be anxious about their security and interest. അപ്പോൾ ശരിയായ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, അല്ലേ? നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രശ്നം നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തെങ്കിലും ആൻസൈറ്റി അല്ലെങ്കിൽ ആൻഷ്യസ് ആണോ? നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമുണ്ടോ? സേഫ്റ്റി ഉറപ്പായിട്ടുള്ള സ്ഥാപനമാണ്, സേഫ്റ്റി മെഷേഴ്സ് പാലിക്കുന്നതാണെങ്കിൽ അവിടെ പിന്നെ നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ലേ? കുറച്ചും കൂടി കാര്യക്ഷമമായി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? കുറച്ചുകൂടി നല്ല രീതിയിൽ ഉൽപാദനക്ഷമതയോടുകൂടി കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? Employees in such plants are more productive and can invest more time. നമുക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി കൊടുക്കാം, അല്ലെ? Enhancing work quality, അതിലൂടെ നമുക്ക് ആ ഒരു വർക്കിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ പറ്റും. And do not need to be anxious about their security and interest. നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു ഉത്കണ്ഠയും അല്ലെങ്കിൽ ആശങ്കയും പ്രകടിപ്പിക്കേണ്ട ഒരു അവസരം ഇവിടെ വരുന്നില്ല. ക്ലിയർ അല്ലേ? Then last one ആണ് boost employee morale. എംപ്ലോയീസിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. Employee safety is valued on moral grounds as well. അതുപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റി അവരുടെ ആ ഒരു യുക്തിപരമായ ധാർമ്മികതയുടെയും കൂടി ഒരു അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു മൂല്യം നൽകുന്നുണ്ട്. When an accident occurs, it brings with itself lots of pain and suffering for the victim as well as his family. ഇല്ലേ? ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്കും ആ വ്യക്തിക്കും ഒരുപാട് വേദനയും ഒരുപാട് കഷ്ടപ്പാടുകളും സഹിക്കേണ്ടതായിട്ട് വരില്ലേ? അത് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുമ്പോ, അല്ലെ? ആ മാനേജർ നീഡ് ടു എൻഷുർ ദാറ്റ് ദിയർ എംപ്ലോയീസ് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു ദിസ് സഫറിംഗ്. അതുകൊണ്ട് തന്നെ മാനേജർ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് അവരുടെ കീഴിലുള്ള ഒരു ജീവനക്കാർക്ക് പോലും ഇത്തരം ഒരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവങ്ങളിലേക്ക് അവർ എക്സ്പോസ്ഡ് ആവരുത്, അല്ലെങ്കിൽ അവർ അതിൽ ഉൾപ്പെടാതിരിക്കാൻ നോക്കേണ്ടത് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. So workers working in factories are usually bread earners of their families and welfare and joy of their family depends on their well-being. അല്ലേ? നമ്മുടെ ഏതൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലെ ഉപജീവനം നടത്തുന്ന ആളാണ്, അല്ലെ? നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അച്ഛൻ എങ്ങനെയല്ലേ പറയാം, അല്ലെ? നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറയുന്നത്, അല്ലെ? വർക്കേഴ്സ് ജോലി ചെയ്യുന്ന ആരാണോ അവരാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? അവരാണ് ആ ഒരു ഫാമിലിയിലെ ഉപജീവകർ എന്ന് പറയുന്നത്, അല്ലേ? അവരുടെ സന്തോഷവും ക്ഷേമത്തിലുമാണ് ആ ഫാമിലിയുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത്, ശരിയല്ലേ? ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി അതുപോലെ തന്നെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ലേ? അപ്പൊ അവരുടെ ആ ഒരു വെൽഫെയർ അല്ലെങ്കിൽ ആരാണോ ആ ഒരു ഉപജീവനം നടത്തുന്ന വ്യക്തി, കേട്ടോ, അവർ ഉപജീവനം നടത്തുന്ന ആ ഒരു വർക്കർ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആൻഡ് വെൽഫെയർ ആൻഡ് ജോയ് ഓഫ് ദിയർ ഫാമിലി ഡിപ്പെൻഡ്സ് ഓൺ ദിയർ വെൽബീങ്. ആ വ്യക്തിയുടെ ക്ഷേമത്തിലും സന്തോഷത്തിലുമാണ് ആ ഒരു ഫാമിലിയുടെ മൊത്തം ക്ഷേമവും സന്തോഷവും ഇരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഓരോ വർക്കേഴ്സും ഇതേ രീതിയിൽ ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ ആക്സിഡന്റോ കാര്യങ്ങളിലേക്കോ അവരെ ഉൾപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ അവർക്കുള്ള ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ ആ എംപ്ലോയീസിന്റെ മനോവീര്യം, പ്രവർത്തനം നടത്താനുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു മനോവീര്യമൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? വേഗം ഒന്ന് ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഒരു 8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹെഡിങ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ.
അതിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ പാകത്തിന് കേട്ടോ. ഹെഡിങ്സ് എന്തായാലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. 6th ചാപ്റ്റർ ആയിരുന്നു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അവിടെ പെൻഡിങ്ങിലില്ലേ? 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, അതവിടെ ഇതുവരെ തുടങ്ങിയിട്ടില്ല അല്ലെ? ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.